കൂട്ടുകാരെ, കുഞ്ഞുണ്ണിയും മുത്തശ്ശിയും എന്നൊരു കഥയാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. കുഞ്ഞുണ്ണിക്ക് മുത്തശ്ശൻ മാത്രമേ ഉള്ളൂ. ഒരു ഉത്സവകാലത്ത് മുത്തശ്ശൻ നൽകിയ പണവുമായി കുഞ്ഞുണ്ണി ഉത്സവപ്പറമ്പിലേക്കു ചെന്നു. വരൂ കുട്ടി, വരൂ, ഒരു പാവയെ വാങ്ങിക്കൊള്ളൂ. പാവ വിൽപ്പനക്കാരൻ അവനെ മാടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. കുഞ്ഞുണ്ണി പാവകൾക്ക് മുമ്പിലേക്ക് ചെന്നു. എല്ലാ പാവകളും നിരത്തി വെച്ചിരിക്കുന്നത് അവൻ കൗതുകത്തോടെ കണ്ണോടിച്ചു. ഹായ്, എന്തു രസം! കുഞ്ഞുണ്ണിക്ക് എല്ലാവരെയും ഇഷ്ടമായി. പക്ഷേ എല്ലാം വാങ്ങിക്കാൻ കുഞ്ഞുണ്ണിയുടെ കയ്യിൽ പണം തികയില്ലല്ലോ. ഏത് തിരഞ്ഞെടുക്കണം? അവൻ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് തൊട്ടടുത്ത് ഒരു ബലൂൺ വിൽപ്പനക്കാരൻ എത്തിയത്. പല നിറത്തിലും രൂപത്തിലും ബലൂണുകൾ, എല്ലാം ഒന്നിനൊന്ന്. കുഞ്ഞുണ്ണി മിഴിച്ചിമ്മാതെ ബലൂണിൽ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അതാ ഒരു വലിയ ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അല്പം ദൂരെ നിന്ന് ഒരു യന്ത്രൂഞ്ഞാൽ കറങ്ങാൻ തുടങ്ങുന്നു. കുഞ്ഞുണ്ണി കൗതുകത്തോടെ നോക്കി. കുഞ്ഞുണ്ണി അവിടേക്ക് ഓടിപ്പോയി. വട്ടത്തിൽ കറങ്ങുന്ന ആ വലിയ ഊഞ്ഞാലിനു മുമ്പിൽ അവൻ അതിശയിച്ചു നോക്കി നിന്നു. ആകാശത്തിൽ ആടി രസിക്കാം, ആനന്ദിക്കാം, ഓടിവരൂ ഓടിവരൂ, ആപത്തില്ല, തട്ടിപ്പില്ല, ആർക്കും കയറാം വന്നാലും. ഊഞ്ഞാൽക്കാരൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കുഞ്ഞുണ്ണി ഊഞ്ഞാലിനടുത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ ഊഞ്ഞാൽ നിയന്ത്രിക്കുന്ന ആൾ കുഞ്ഞുണ്ണിക്ക് അനുവാദം നൽകിയില്ല. ചെറിയ കുട്ടികൾ ഇതുപോലെ ഒരു ഊഞ്ഞാലിൽ തനിച്ചു കയറുന്നത് അപകടമാണ്. കൂടെ മുതിർന്നവർ ആരെങ്കിലും വേണം, അയാൾ പറഞ്ഞു. നിരാശയോടെ കുഞ്ഞുണ്ണി ഊഞ്ഞാലിനു മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഒരു മുത്തശ്ശി അവിടെ എത്തിയത്. ഉണ്ണി, ഈ ഊഞ്ഞാലിൽ കയറാൻ കൂടെ വരുമോ? ഉണ്ണിയെ പോലെ ഒരു കുട്ടി കൂടെയുണ്ടെങ്കിലല്ലേ ഊഞ്ഞാലാടാൻ രസമാകൂ, മുത്തശ്ശി പറഞ്ഞു. കുഞ്ഞുണ്ണിക്ക് സന്തോഷമായി. അവൻ മുത്തശ്ശിയെ കൈപിടിച്ചു ഊഞ്ഞാലിനടുത്തേക്ക് കൊണ്ടുപോയി. മുത്തശ്ശിയോട് കുഞ്ഞുണ്ണി പറഞ്ഞു, എനിക്ക് പാവയും ബലൂണും തിരഞ്ഞെടുക്കാൻ എന്നെ സഹായിക്കാമോ? ഊഞ്ഞാലിൽ നിന്നിറങ്ങി കുഞ്ഞുണ്ണി. മുത്തശ്ശി, പാവയും ബലൂണും തിരഞ്ഞെടുക്കാൻ എന്നെ സഹായിക്കാമോ? ഊഞ്ഞാലിൽ നിന്നിറങ്ങിയപ്പോൾ കുഞ്ഞുണ്ണി മുത്തശ്ശിയോട് ചോദിച്ചു. അതിനെന്താ, ഉണ്ണിക്ക് യോജിച്ചത് മുത്തശ്ശി പറഞ്ഞു തരാലോ. മുത്തശ്ശി തിരഞ്ഞെടുത്ത കളിപ്പാട്ടവും ബലൂണുമായി. മുത്തശ്ശി തിരഞ്ഞെടുത്ത കളിപ്പാട്ടവും ബലൂണും വാങ്ങി മുത്തശ്ശിക്ക് ഒരു പഞ്ചാര മുത്തവും നൽകി. കുഞ്ഞുണ്ണി വീട്ടിലേക്ക് മടങ്ങി. ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.